ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ പാറമടക്കുളം പറ്റിക്കാൻ പോവുകയാണ്. ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്. കിലോ കണക്കിന് മീനുകളെയാണ് നമ്മൾ ഈ പാറമടക്കുളത്തിൽ നിന്ന് പിടിച്ചത്. ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ അത് കാണിക്കുന്നതായിരിക്കും. 2-3 ദിവസം കൊണ്ടാണ് നമുക്ക് വെള്ളം മൊത്തം പറ്റിക്കാൻ പറ്റിയത്. വെള്ളം കുറയുന്നതനുസരിച്ച് മീനുകൾ വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ വലിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരുപാട് മീൻ കുഞ്ഞുങ്ങളും ഇതിലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മീൻ കുഞ്ഞുങ്ങളെയാണ് പിടിച്ച് മാറ്റുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ പിടിച്ച് മാറ്റുവാണ്. 2 വർഷം മുമ്പ് നമ്മൾ ഈ കുളത്തിൽ നിന്നും 14 കിലോ വരെയുള്ള മീനെ പിടിച്ചതാണ്. അപ്പോൾ ഈ തവണ എത്ര കിലോ വരെയുള്ള മീനെയാണ് പിടിച്ചതെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ? കുളം ഏകദേശം വറ്റി തീരാറായി. 2 മോട്ടോർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വലിയ പാറമടക്കുളം പറ്റിച്ചത്. നിലവിൽ മീൻ കിടക്കുന്ന കുഴിയിൽ അരയോളം വെള്ളമുണ്ട്. കുഴിയുടെ ഒരു സൈഡിൽ ഇറങ്ങിയിട്ട് രണ്ടറ്റത്തു നിന്ന് മീനെ വല ഉപയോഗിച്ച് വലിച്ചെടുക്കാനാണ് പ്ലാൻ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും എന്തോരം വെള്ളമാണ് നമ്മൾ മോട്ടോർ ഉപയോഗിച്ച് അടിച്ചു കളഞ്ഞതെന്ന്. അത്രയ്ക്കും വലുപ്പമുള്ള ഒരു പാറമടക്കുളമായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ നമ്മുടെ കലാപരിപാടിയിലേക്ക് കടക്കുകയാണ് കേട്ടോ. വല ഒരു സൈഡിൽ നിന്നും വലിച്ചു തുടങ്ങി. അടിയിൽ മുഴുവൻ ചേറായതുകൊണ്ട് തന്നെ വല വലിച്ചുകൊണ്ട് വരാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. വല വലിച്ച് മീനുകളെ കരയിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതനുസരിച്ച് മീനുകൾ ചാടിപ്പോകാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ വശവും അടച്ചുകൊണ്ടാണ് മീനെ വലിക്കുന്നത്. ആദ്യത്തെ വലയിൽ നിന്ന് കിട്ടിയ മീനുകൾ ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും വളരെ ആകാംക്ഷയാണ്. ചെളിയല്ലേ? അങ്ങനെ ഒരു തരത്തിൽ വല വലിച്ച് നമ്മൾ കരയിലേക്ക് കയറ്റി. ആദ്യത്തെ വലയിൽ നിന്ന് തന്നെ 20 കിലോയോളം മീനുകളെയാണ് നമുക്ക് കിട്ടിയത്. കട്ട്ല, രോഹു പോലുള്ള മീനുകളാണ് കൂടുതലും ഉള്ളത്. മീനുകളെ പിടിച്ച ഉടൻ തന്നെ വെള്ളം നിറച്ച ടാങ്കിലേക്ക് മാറ്റുവാണ്. ശേഷം അപ്പോൾ തന്നെ മീനുകളെ തൂക്കി വിൽക്കുകയാണ്. മീൻ വാങ്ങുവാനായിട്ട് ഓൾറെഡി ആളുകൾ കടയിൽ നിന്ന് എത്തിയിരുന്നു. പെട്ടിയൊട്ടയുടെ പുറകിൽ ടാങ്ക് സെറ്റ് ചെയ്താണ് മീനുകളെ വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. ചാടിപ്പോകാതിരിക്കാനായിട്ട് മുകളിൽ വല വെച്ച് നമ്മൾ കെട്ടുന്നുണ്ട്. ആദ്യത്തെ ട്രിപ്പ് മീനെ പിടിച്ചുകൊണ്ട് വണ്ടി പോയ ഉടനെ തന്നെ അടുത്ത ട്രിപ്പ് പിടിക്കാനായിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. ഇത്തവണ ഞങ്ങൾക്ക് 2-3 വരാലുകളെയും കിട്ടി. ഓരോ തവണയും മീൻ പിടിക്കുമ്പോൾ വലിയ മീനുകളുടെ കൂടെ സിലോപ്പിയ കുഞ്ഞുങ്ങളെയും കിട്ടുന്നുണ്ട്. ഇതിനെ നമ്മൾ വേറൊരു ടാങ്കിലേക്ക് പിടിച്ച് മാറ്റുകയാണ്. ഒരുപാട് കാലമായി പറ്റിക്കാതെ കിടന്ന പാറമടക്കുളമാണ്. അപ്പോൾ ഒരുപാട് മീനുകൾ ഇനിയും ബാക്കി പിടിക്കാനുണ്ട്. തുടർന്ന് വരുന്ന അടുത്ത പാർട്ട് വീഡിയോയിൽ ബാക്കി കുളത്തിൽ നിന്ന് പിടിച്ച മീനുകൾ ഏതൊക്കെയാണെന്നുള്ളത് കാണിക്കുന്നതായിരിക്കും.